ഹലോ ഫ്രണ്ട്സ്, മനൂസ് വർക്ക് ബെഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് PVC പൈപ്പ് ഉപയോഗിച്ച് ഒരു അടിപൊളി പവർ ബാങ്ക് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ? നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു PVC പൈപ്പാണ്. ഇതൊരു 1.5 ഇഞ്ച് PVC പൈപ്പാണ്. ഇനി നമുക്ക് വീഡിയോ കാണുന്ന പോലെ PVC പൈപ്പിനെ ചൂടാക്കിയിട്ട് ഒരു ഓവൽ ഷേപ്പ് ആക്കി എടുക്കണം. നമുക്ക് PVC പൈപ്പിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിനായിട്ട് ഒരു ടേപ്പും മാർക്കർ യൂസ് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് അതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. അതിന് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് അതിനകത്ത് റബ്ബ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് പോലത്തെ ഒരു PVC ഷീറ്റാണ്. ഈ PVC ഷീറ്റിന് നമുക്ക് രണ്ട് അടപ്പ് ഉണ്ടാക്കിയിരിക്കണം. അതായത് നമ്മുടെ പൈപ്പിൻ്റെ രണ്ട് ഹോൾ അടയ്ക്കാൻ പാകത്തിനുള്ള രണ്ട് ക്യാപ്പ്, എൻഡ് ക്യാപ്പ് പോലെ രണ്ട് അടപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ അതിനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് വേണ്ടത് പോലത്തെ ഒരു പവർ ബാങ്കിൻ്റെ മൊഡ്യൂളാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ പോയി വാങ്ങിയാൽ മതി. ഇനി നമുക്ക് ഈ പവർ ബാങ്കിൻ്റെ ഈ ബോർഡ് അകത്തിരിക്കാൻ പാകത്തിന് കുറച്ച് ഹോൾസും കാര്യങ്ങളും ഇടാനുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഹോൾസ് ഇട്ട് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പോലത്തെ ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. ഇത് നമുക്ക് പഴയ കേടായ ലാപ്ടോപ്പിൽ നിന്നൊക്കെ നമുക്ക് ഈ സിമ്പിളായിട്ട് കിട്ടുന്ന ബാറ്ററീസാണ്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഒരുമിച്ച് ടേപ്പ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ വീഡിയോ കാണുന്ന പോലെ ബാറ്ററിയുടെ എല്ലാ പോസിറ്റീവും ഒരുമിച്ച് സോൾഡർ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ബാറ്ററിയുടെ എല്ലാ നെഗറ്റീവും ഒരുമിച്ച് സോൾഡർ ചെയ്തെടുക്കണം. ഇനി നമ്മളുണ്ടാക്കിയ രണ്ട് ബാറ്ററി പാക്കും ഷോർട്ട് ആവാതിരിക്കാനായിട്ട് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ രണ്ട് ബാറ്ററി പാക്കിൻ്റെയും രണ്ട് പോസിറ്റീവും രണ്ട് നെഗറ്റീവും തമ്മിൽ ഒരുമിച്ച് സോൾഡർ ചെയ്യുകയോ അല്ലെങ്കിൽ കണക്ട് ചെയ്യുകയോ ചെയ്യണം. നമ്മൾ പാരലി ആണ് ഈ ബാറ്ററി കണക്ട് ചെയ്യാൻ പോകുന്നത്. പാരൽ കണക്ഷനായിട്ടാണ് നമ്മൾ ബാറ്ററി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനി നമ്മുടെ PVC പൈപ്പ് ഉണ്ടാക്കിയ കേസിലേക്ക് ഇറക്കി വയ്ക്കാം. ബാറ്ററി ഇറക്കി വെച്ച ശേഷം നമ്മൾ ഉണ്ടാക്കിയ നേരത്തെ രണ്ട് അടപ്പില്ലേ, അത് നമ്മൾ ഇതിനകത്ത് ഒട്ടിച്ചെടുക്കുകയാണ്.
ഇനി നമ്മൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ പവർ ബാങ്ക് മൊഡ്യൂളിൻ്റെ ബാറ്ററി പോസിറ്റീവും ബാറ്ററി നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. സോൾഡർ ചെയ്ത ശേഷം നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ സൈഡിലൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഇപ്പോഴത്തെ ഫുൾ ചാർജ് അതിനകത്ത് LCD പാനലിൽ കാണിക്കും. അതുപോലെ തന്നെ സൈഡിലൊരു LED ലൈറ്റ് ഉണ്ട്. അത് നമുക്ക് ഒരു എമർജൻസി ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ എമർജൻസി ലൈറ്റ് ഓൺ ആവുന്നതാണ്. ഇനി നമുക്ക് ആ പവർ ബാങ്കിൻ്റെ ആ ബോർഡ് ഇളകി പോകാതിരിക്കാൻ ഭാഗത്തിന് നമ്മൾ അതിനകത്ത് ഫ്ലെക്സ് ക്വിക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലെക്സ് ക്വിക്കോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ യൂസ് ചെയ്ത് നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ സ്വിച്ച് അതിനകത്തകത്ത് ഒരു ബട്ടൺ സ്വിച്ച് ഉണ്ട്. ആ ബട്ടൺ സ്വിച്ചിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് പ്രസ് ചെയ്യാനായിട്ട് നമുക്കൊരു ചെറിയ റീഫിലിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പവർ ബാങ്കിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതുപോലത്തെ ഒരു 5 വോൾട്ട് 1 ആമ്പോ 2 ആമ്പിൻ്റെ ചാർജർ ആവശ്യമുണ്ട്. ഇത് വെച്ചായിരിക്കും നമ്മുടെ പവർ ബാങ്കിനെ ചാർജ് ചെയ്യുന്നത്. ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ പവർ ബാങ്ക് ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൊബൈലിൽ കണക്ട് ചെയ്ത് നോക്കാം. മൊബൈൽ ഫോൺ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫോൺ ചാർജിങ് കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മുടെ പവർ ബാങ്ക് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മനോസ് വർക്കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ഗുഡ് ബൈ.